ഇന്നിതാ നമ്മളെ തേടി മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തുന്നു. ആ സന്തോഷ വാർത്തയിൽ നമ്മൾ ഇന്നത്തെ വാർത്താപ്പകൽ തുടങ്ങുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാ ലോകകപ്പ് കളിക്കാൻ ഒരു മലയാളി വരുന്നു. ഏത് ടീമിൽ? ഖത്തർ ടീമിൽ. ഖത്തർ ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ തഹസീൻ. 19-കാരനായ തഹസീൻ ഖത്തർ ലീഗിൽ അൽ ദുഹയിൽ താരമാണ്. ലോകകപ്പ് സംഘത്തിൽ ഉൾപ്പെടുന്ന ആദ്യ മലയാളിയാണ് തഹസീൻ. തലശ്ശേരിക്കാരൻ ജംഷീദിന്റെയും വളപട്ടണം സ്വദേശി ഷൈമയുടെയും മകനാണ് തഹസീൻ. ലോകകപ്പ് ടീമിലേക്ക് ആദ്യമായി ഒരു മലയാളി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ ഇന്നത്തെ വാർത്താപ്പകൽ തുടങ്ങുന്നത്. ഫൈസൽ ഹംസ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും തത്സമയം ചേരുന്നു. ഫൈസൽ, വെരി ഗുഡ് മോർണിംഗ് ഫൈസൽ. നമുക്കേറെ സന്തോഷം, നമ്മുടെ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറും ഒക്കെ ഇറങ്ങുന്നു എന്ന് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ സന്തോഷം നൽകുന്ന ഒന്ന്, ഇനി നമ്മുടെ ഒരു ഫേവറേറ്റ് ടീമായി ഖത്തർ ടീം മാറും. ഖത്തർ ടീമിൽ ഒരു മലയാളി കൂടി ഉൾപ്പെടുന്നു. അങ്ങനെ ലോകകപ്പ് ബൂട്ട് കെട്ടാൻ ഒരു മലയാളി വരുന്നു എന്ന സന്തോഷമാണ് നമ്മൾ പ്രേക്ഷകരുമായി ഈ വാർത്താ പ്രഭാതത്തിൽ പങ്കുവയ്ക്കുന്നത്. ഏറെ സന്തോഷമുള്ള വാർത്ത അല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ഇത്തവണ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് മറ്റൊരു ടീം കൂടി ഉണ്ടാകും ആരാധിക്കാൻ എന്നുള്ളതാണ്. അവർ സ്വാഭാവികമായും ബ്രസീലിയൻ ആരാധകരും പോർച്ചുഗീസ് ആരാധകരും അർജന്റീനൻ ആരാധകരും ഒക്കെ ആയിരിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ ഇത്തവണ ജൂൺ 14 ഖത്തർ ആദ്യമായി പന്ത് തട്ടുമ്പോൾ സ്വിറ്റ്സർലാൻഡിനെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവരുടെ ഉള്ളിൽ മറ്റൊരു ടീമിന് വേണ്ടി ആർപ്പ് വിളിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് ഖത്തർ ടീമിന് വേണ്ടിയായിരിക്കും. കോച്ച് ഹുലൻ ലോപ്പറ്റേഗെ പ്രഖ്യാപിച്ച 26 അംഗ ടീമിൽ ഇപ്പോൾ തന്നെ അവർ അമേരിക്കൻ മണ്ണിൽ എത്തിക്കഴിഞ്ഞു. ആ ടീമിൽ ഒരു മലയാളി കൂടിയുണ്ട് എന്നുള്ളതാണ്. അത് കണ്ണൂർ സ്വദേശിയായ തഹസിൻ ജംഷീദ് ആണ്. ഒരു പക്ഷേ 19 വയസ്സിനിടെ ഒരു മലയാളി സ്വന്തമാക്കുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കയ്യൊപ്പ് ചാർത്തിയതിൽ അവിടെ മലയാളി ഉണ്ടാകും, ഏത് നേട്ടമായാലും എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ അതിന് അടിവരയിടുന്നതാണ് ഒരു പക്ഷേ ഇത്രയും കാലത്തിനിടയ്ക്ക് ലോകകപ്പ് ഫുട്ബോൾ വേദിയിൽ പന്ത് തട്ടാൻ ഒരു മലയാളി ഉണ്ടായിരുന്നില്ല. ആ കുറവ് കൂടി തഹസിൻ ജംഷീദിലൂടെ നമ്മൾ നികത്തുകയാണ്. എന്തായാലും ഖത്തറിന്റെ ആസ്പെയർ അക്കാദമിയിലൂടെ പന്ത് തട്ടി വളർന്ന ഇന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ഡ്രിബിൾ ചെയ്ത് കയറുന്നു എന്നുള്ളതാണ്. ആദ്യം ഖത്തറിന്റെ യൂത്ത് ടീമിലൂടെ കൃത്യമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്നു. അവിടെ നിന്ന് വെറും 17 വയസ്സ് മാത്രമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ +2 പഠിക്കുന്ന സമയത്താണ് ഖത്തർ സ്റ്റാർസ് ലീഗിൽ ലോകോത്തര താരങ്ങൾ പന്ത് തട്ടുന്ന കുട്ടീഞ്ഞോ അടക്കമുള്ള താരങ്ങൾക്കൊപ്പം പന്ത് തട്ടാനായി ഖത്തറിലെ ചാമ്പ്യൻ ക്ലബ്ബുകളിലൊന്നായ അൽ ദുഹയിലേക്ക് വിളി വരുന്നത്. അവിടെ ഇടത് വിങ്ങിലൂടെ അദ്ദേഹം നടത്തിയ ചാട്ടുളി പോലുള്ള മുന്നേറ്റങ്ങളാണ് ദേശീയ ടീമിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഇന്ത്യൻ എംബാപ്പെ എന്നുള്ള പേര് പോലും അദ്ദേഹത്തിന്റെ വേഗതയുടെ പേരിൽ കുട്ടീഞ്ഞോ അടക്കമുള്ള താരങ്ങൾ അദ്ദേഹത്തിന് ചാർത്തി നൽകുന്നു. എന്തായാലും ഖത്തറിന്റെ സൂപ്പർ താരങ്ങളായ അക്രം അഫീഫും ഹസൻ അൽ ഹൈദോസും അടങ്ങുന്ന ടീമിൽ ഒരു മലയാളി കൂടി ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. കണ്ണൂർ സ്വദേശിയായ ജംഷീദ്, അദ്ദേഹം ഒരു ഫുട്ബോൾ താരമായിരുന്നു. ആ താരത്തിന്റെ അദ്ദേഹത്തിന്റെ പൊലിഞ്ഞ സ്വപ്നങ്ങൾ, യൂണിവേഴ്സിറ്റി ടീം വരെ എത്തിയ ആ സ്വപ്നങ്ങൾ അദ്ദേഹത്തിന്റെ മകനിലൂടെ ലോകകപ്പ് വരെ എത്തിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ലോകമൊട്ടാകെയുള്ള ഫുട്ബോൾ ആരാധകർക്ക്, മലയാളി ഫുട്ബോൾ ആരാധകർക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്ത ഇന്നലെ കോച്ച് ഹുലൻ ലോപ്പറ്റഗയിൽ നിന്നുണ്ടായിരിക്കുന്നു. ഫൈസൽ ഹംസ, സന്തോഷ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. അങ്ങനെ തഹസിൻ കളിക്കുന്ന ഖത്തർ കൂടി ഇനി നമ്മുടെ ഫേവറേറ്റ് ടീമായിട്ട് തീരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജൂൺ 11 തുടങ്ങുന്ന മത്സരം പ്രേക്ഷകർക്ക് C5 OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് 8 എന്ന് പറയുന്ന സി നെറ്റ്വർക്കിന്റെ ചാനലിൽ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നമുക്ക് ഈ ലോകകപ്പ് മത്സരം കാണാം. ആ സമയത്താണ്, അമേരിക്കൻ സമയമാണല്ലോ, അതുകൊണ്ട് ഇവിടെ ഏകദേശം രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഒക്കെ ആയിരിക്കും മത്സരം നടക്കുക. എങ്കിലും ഈ ജൂൺ 11 മുതൽ മറ്റൊരു ലോകകപ്പ് മാമാങ്കത്തിന്റെ സീസണാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുക. നമ്മുടെ തഹസീന്റെ കളിയൊക്കെ ആവേശപൂർവ്വം കൈയടിച്ച് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അമേരിക്കയിൽ പോയി കളി കാണാനൊന്നും സാധാരണക്കാർക്ക് പറ്റൂലല്ലോ.